യാറ നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര പോകുകയാണ്. ന്യൂസിലൻഡിൽ നിന്നും ഖത്തറിലേക്ക്, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് കേരളത്തിലേക്ക്. 1 വർഷമായിട്ട് കാത്തിരുന്ന യാത്രയാണ്. കേരളത്തിൽ പോകുന്നതിൻ്റെ സന്തോഷവും ഖത്തർ കാണാൻ പറ്റുന്നതിൻ്റെ ആവേശവും ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. രാവിലെ നമ്മൾ എണീക്കുന്നത് മഴയുടെ ശബ്ദം കേട്ടിട്ടാണ്. നല്ല അടിപൊളി മഴ. നല്ല സന്തോഷമുണ്ടെങ്കിലും വായിലെന്തൊരു ഭാരം പോലെ. ഇനി എന്തെങ്കിലും മറക്കുമോ, എടുക്കാനുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. പിന്നെ ഈ മഴ നമ്മുടെ യാത്രയെ ബാധിക്കുമോ എന്നൊരു പേടിയുണ്ട്. കാരണം ഇവിടുത്തെ മഴ കാരണം പലവട്ടം ഫ്ലൈറ്റുകൾ ഡിലേ ആയിട്ടുണ്ട്. അങ്ങനെ നിൽക്കെ അതാ മഴ നിന്നിരിക്കുന്നു. നമ്മളെ യാത്ര അയക്കാൻ സൂര്യൻ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ നിന്നും ഖത്തർ വരെ 17 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട് യാത്ര. അത്രയും നേരം എക്കോണമി സീറ്റിലിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതിന് പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. ഫ്ലൈറ്റിൽ വേണ്ടതും പിന്നെ എയർപോർട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാരി ബാഗിൽ വെച്ചു. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ചെക്ക് ഇൻ ബാഗിൽ കുത്തിക്കയറ്റി. അങ്ങനെ ആ ബാഗുകളെല്ലാം റെഡിയായി. ഈ ബാഗിന് മാത്രം അടയാൻ ഇച്ചിരി പാട്. എൻ്റെ വെയിറ്റൂടെ കൊടുത്തൊന്ന് അടച്ചപ്പം അതും അടഞ്ഞു കിട്ടി. ജനലുകളും വാതിലും ഒക്കെ അടച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പു തൻ്റെ പ്രിയപ്പെട്ട ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നു, അവരോട് യാത്രയും പറയുന്നു. ഇനി 1 മാസത്തേക്ക് നമ്മുടെ അയലത്തുകാരായിരിക്കും ഈ ചെടികളെ നോക്കുന്നത്. ബാഗുകളും താഴേക്ക് ഇറക്കി നമ്മൾ പോകാൻ റെഡിയായിരിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഊബർ ബുക്ക് ചെയ്യണം. അങ്ങനെ ഊബറും ബുക്ക് ചെയ്ത് നമ്മൾ ടാക്സി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബാഗുകളായിട്ട് നിൽക്കുന്ന അപ്പുവിനോട് ഞാൻ ചോദിച്ചു, നാട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആണോ? എന്താ ഖത്തറിൽ പോകാൻ എക്സൈറ്റഡ് ആണോ? ഖത്തറിൽ പോകാൻ അടിപൊളി എക്സൈറ്റഡ് ആണ്. മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞ് തലയാട്ടി. എന്നാൽ നമുക്ക് 2 പേർക്കും അറിയാം ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടെന്ന്. അത് ഈ എയർപോർട്ടിൽ ചെന്ന് ഗേറ്റ് കടന്ന് ഫ്ലൈറ്റിൽ കയറി ഇരിക്കുന്നിടം വരെ ആ ടെൻഷനുണ്ട്. അതെപ്പോഴും ഞങ്ങൾക്ക് ആ ടെൻഷനുണ്ട്. അതുകൊണ്ടാണോ അറിയത്തില്ല, അതോ എക്സൈറ്റ്മെൻറ്റ് കൂടിയോണ്ടാണോ അറിയത്തില്ല. ഇന്നലെ ഉറക്കം 2 പേരും ശരിയായിട്ടില്ല. ഞാനാണ് ഉറങ്ങിയപ്പോഴൊക്കെ നാട്ടിലെ പിള്ളേരെയും സ്വപ്നം കാണുകയും ചെയ്തു. അങ്ങനെ നിൽക്കിയ ഫോണിൽ മെസ്സേജുകൾ വന്നു തുടങ്ങി. കൂട്ടുകാരുടെയാണ്. എവിടെ എത്തി, ഇറങ്ങിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് നമ്മളെ കൊണ്ടുവിടാൻ വരാൻ പറ്റിയില്ല. എല്ലാവർക്കും ഗ്രൂപ്പിൽ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ടാക്സിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. വീടിൻ്റെ വരാന്തയും ഡ്രൈവ് വേയും പ്രകൃതിയും എല്ലാം നനഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴയായിരുന്നു. ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ. അത് നമുക്കൊരു സമാധാനം തരുന്നുണ്ട്. അങ്ങനെ നിൽക്കെ നമ്മുടെ ഊബർ എത്തിയിരിക്കുന്നു. ടൊയോട്ടയുടെ ഒരു ക്യാമറയാണ് കാറ്. ഡ്രൈവർ പതുക്കെ വണ്ടി പാർക്ക് ചെയ്തു. ഒന്നൊന്നായി ഈ വെയിറ്റുള്ള ബാഗുകൾ നമ്മൾ വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. ഡ്രൈവറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് 23 കിലോയുടെ ചെക്ക് ഇൻ ബാഗും പിന്നെ ഹാൻഡ് ബാഗ് 7 കിലോയുടെയും കൊണ്ടുപോകും. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഓക്ലൻഡ് എയർപോർട്ടിലേക്കാണ് യാത്ര. കാറ് പതിയെ നനഞ്ഞു കിടക്കുന്ന റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. ഇന്ത്യക്കാരനാണ് ഡ്രൈവർ, പഞ്ചാബിയാണ്. എയർപോർട്ട് എത്തുന്ന വരെ പുള്ളിയുടെ കുറച്ചു നേരം കത്തി വെച്ചുകൊണ്ടിരുന്നു. ഒരു 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഓക്ലൻഡ് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. എപ്പോഴും അറ്റകുറ്റപ്പണികളും ഡെവലപ്മെൻറ്റുകളും നടക്കുന്ന ഒരു എയർപോർട്ടാണ് ഓക്ലൻഡ് എയർപോർട്ട്. വളർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടികളെല്ലാം ട്രോളിയിലെടുത്ത് വെച്ച് അത് ഉരുട്ടിക്കൊണ്ട് നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് നടത്താൻ തുടങ്ങി. ഉച്ചയ്ക്ക് 2:40 ഫ്ലൈറ്റ്. 3 മണിക്കൂർ മുന്നേ നമുക്ക് എയർപോർട്ടിൽ എത്തണമല്ലോ. എന്നാൽ നമ്മളൊരു 4.5 മണിക്കൂർ മുന്നേ എത്തിയിരിക്കുന്നു. നേരത്തെ എത്തുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമുക്ക് ഈ അന്തരീക്ഷം ആസ്വദിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം നൽകും. അകത്തേക്ക് കയറുമ്പോൾ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ബോർഡ് അനന്തമായി മിന്നുന്നു. ഇതിൽ നോക്കിയാൽ നമുക്ക് പോകേണ്ട ഫ്ലൈറ്റും അതിൻ്റെ സമയവും ഇപ്പോൾ എന്താണ് സ്റ്റാറ്റസ് എന്നും അറിയാം. ഈ ഡിസംബർ ഓക്ലൻഡ് എയർപോർട്ടിന് നല്ല സമയമായിരുന്നു. 14,200 ഫ്ലൈറ്റുകൾ ഇവിടെ വന്നു പോയെന്നാണ് കണക്ക്. അതാ ഖത്തർ എയർവേസിൻ്റെ കൗണ്ടർ തുറന്നിരിക്കുന്നു. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ക്യൂവിൽ നിന്നാൽ മതി. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചെക്ക് ഇൻ ബാഗുകൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ബോർഡിംഗ് പാസും ഇഷ്യൂ ചെയ്യുന്നത്. വരി നിന്ന് ബോറടിച്ച അപ്പു നാട്ടിലുള്ളവർക്കെല്ലാം മെസ്സേജ് അയക്കുകയാണ്. നമ്മുടെ ഭാരമേറിയ 2 ചെക്ക് ഇൻ ബാഗ് അവിടെ നമ്മൾ കൊടുത്തു. ഇനി ഖത്തറിലെത്തുമ്പോൾ അത് നമ്മുടെ കയ്യിൽ തിരിച്ചു വരും. ഒരു നല്ല കാഴ്ച. ഒരു ചെറിയ എയ്റോപ്ലെയിൻ നമ്മുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇത് ജീൻ ബാറ്റൻസ് പ്ലെയിനാണ്. ദ ലെജൻഡറി പേഴ്സിവാൾ ഗേൾ. പേഴ്സിവാൾ ഗേൾ എന്നാണ് ഈ ഫ്ലൈറ്റിൻ്റെ പേര്. 1936 ജീൻ ബാറ്റൺ എന്ന ഈ വനിത ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂസിലൻഡ് വരെ ഒറ്റയ്ക്ക് ഈ പ്ലെയിൻ പറത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചരിത്രത്തിൽ തൻ്റെ പേര് കുത്തിവെച്ചു. ഇപ്പോൾ അത് ആ വിമാനം സഞ്ചാരികൾക്ക് മുകളിൽ ഇങ്ങനെ പറന്നു നിൽക്കുന്നു. സാഹസികതയുടെയും ധൈര്യത്തിൻ്റെയും ഒരു നിശബ്ദമായ ഓർമ്മപ്പെടുത്തൽ പോലെ. ഫുഡ് കോർട്ടിലും നല്ല തിരക്കുണ്ട്. ദൈർഘ്യമേറിയ യാത്രകൾക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുകയാണ്. നല്ല സൂഷിയും കോഫിയും കുടിച്ച് നമ്മളും റെഡി ആയിരിക്കുന്നു. ഇതാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൻ്റെ എൻട്രൻസ്. ഇനി ഇവിടുന്ന് പാസഞ്ചേഴ്സിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത്
ഡ്യൂട്ടി ഫ്രീയിലേക്കാണ്. ഡ്യൂട്ടി ഫ്രീ വേറൊരു ലോകമാണ്. നല്ല തെളിച്ചമുള്ള ലൈറ്റുകളും ഒരുപാട് ലക്ഷറി കടകളും പല പല ബ്രാൻഡുകളുടെ ഷോപ്പുകളും ഇവിടെയുണ്ട്. ഒരുപാട് സുവനീർ കടകളും ഇവിടെയുണ്ട്. പുറത്തേനേക്കാൾ കുറച്ച് വിലക്കുറവുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് മദ്യങ്ങൾക്കാണ് കൂടുതൽ വിലക്കുറവ്. എന്തെങ്കിലും സുവനീറോ അല്ലെ ചെറിയ പാവകളോ എല്ലാം മേടിക്കാൻ പറ്റുമെന്ന് അറിയാൻ ഞങ്ങളും അവിടെ കുറച്ച് നേരം നോക്കി നടന്നു. അപ്പുവിൻ്റെ കണ്ണ് പെട്ടത് ഈ പപ്പറ്റിലാണ്. ഒരു തത്തയുടെ പപ്പറ്റ്. പാരറ്റ് വർഗത്തിൽപ്പെട്ടതാണ് കിയ എന്ന് പേരുള്ള ഈ തത്ത. ഇവിടുത്തെ ഫേമസ് ആൽപൈൻ പാരറ്റാണ് ഈ കിയ. നല്ല കള്ളത്തരമുള്ളൊരു പക്ഷിയാണ് കിയ. കുറച്ച് മോഷണ സ്വഭാവം ഉണ്ട് ആളിന്. എന്തെങ്കിലും തിളങ്ങുന്നതോ അവർക്ക് അട്രാക്റ്റീവായിട്ട് കാണുന്ന എല്ലാം അവരടിച്ചു മാറ്റും. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ന്യൂസിലൻഡ് ചോക്ലേറ്റ് ബ്രാൻഡായ വിറ്റാക്കേഴ്സിൻ്റെ ഷോപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് വിറ്റാക്കേഴ്സ്. അനേകം ടൂറിസ്റ്റുകളും വിറ്റാക്കേഴ്സ് ഷോപ്പിനവിടെ കറങ്ങിടക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ ഫേവറേറ്റ് ഫ്ലേവറുകൾ നോക്കിയെടുക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ന്യൂസിലൻഡിൻ്റെ ഒരു ചോക്ലേറ്റും കയറിയിരിക്കുന്നത് നല്ലതല്ലേ. ഇതേ ഈ കല്ലുകൾ കണ്ടില്ലേ? ചെറുതാണെങ്കിലും ആഴമേറിയ അർത്ഥങ്ങളുണ്ട് ഈ കല്ലുകൾക്ക്. നേറ്റീവ്സായ മാവോറികളുടെ പുരാണങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് ഇതെല്ലാം. ഓരോ സിമ്പലും ഓരോ കഥ പറയുന്നു. ഭൂമിയായും പൂർവികരുമായുള്ള ബന്ധത്തെ കാണിക്കുന്നു. പലരും അതിനെ ഹൃദയത്തോട് ചേർത്ത് ധരിക്കുന്നു, ബഹുമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായിട്ട്. ഇത് ഗ്രീൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നേരത്തെ കണ്ട സെയിം സിമ്പലുകളാണ്, പക്ഷേ ഇവയ്ക്ക് വില കൂടുതലാണ്. അങ്ങനെ നമ്മൾ പല കടകളിലൂടെയും കയറി ഇറങ്ങി നടന്നു. ഒന്നും മേടിച്ചില്ല. നിരവധി ആർട്ട് വർക്കുകളും ഈ എയർപോർട്ടിൽ നമുക്ക് കാണാം. അതിലൊന്നാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. അതിനടിയിൽ ആളുകൾ വിശ്രമിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ സമയം പതിയെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. മുന്നോട്ട് നടക്കുന്തോറും കൂടുതൽ കടകളും ഒരുപാട് ആളുകളെയും കാണാം. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പുറത്തത് ഒരു മലേഷ്യൻ എയർവേസിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നു. കുറച്ചു നേരം അതും നോക്കി നിന്നു. വീണ്ടും മുന്നോട്ട് നടന്ന് ഒരു എസ്കലേറ്റർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗേറ്റിന് മുന്നിലെത്തിയിരിക്കുന്നു. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഗ്ലാസിന് പുറത്ത് ന്യൂസിലൻഡ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആളുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഫോണിൽ കളിച്ചും പാട്ടും കേട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ വീണ്ടും കയ്യിലെല്ലാ ഡോക്യുമെൻസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഇത് ഞങ്ങളുടെ പുതിയ പാസ്പോർട്ടുകളാണ്. പുതിയ സ്റ്റാമ്പുകളും പുതിയ ഓർമ്മകളും പുതിയ കഥകളും കൊണ്ട് നിറയാൻ കാത്തിരിക്കുന്ന പേജുകൾ. കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മളിത് പുതുക്കിയത്. അല്പനേരം കാത്തിരുന്ന ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുന്നു. അല്പസമയത്തിന് ശേഷം ന്യൂസിലൻഡിൻ്റെ മണ്ണിനോട് നമ്മൾ യാത്ര പറയുകയാണ്. ന്യൂസിലൻഡിൽ നിന്നും ഖത്തറിലേക്ക് 17 മണിക്കൂറും 20 മിനിറ്റുമുള്ള ഒരു ദീർഘമായ യാത്ര. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്രകളിലൊന്ന്. ഇത്രയും മണിക്കൂർ അനങ്ങാതെ സീറ്റ് ഇരിക്കുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതും നമ്മുടെ ചുറ്റും ഒരു പരിചയമില്ലാത്തവരുമാണ്. ഇത്ര ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ജനലിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കി. നിരവധി വിമാനങ്ങൾ അവിടെ നിർത്തിയിട്ടേക്കുന്നു. ചിലത് പോകാൻ റെഡിയാവുന്നു. എഞ്ചിൻ്റെ മുഴക്കം കേട്ടു തുടങ്ങി. വിമാനം പതിയെ നീങ്ങി തുടങ്ങുന്നു. ന്യൂസിലൻഡിൻ്റെ മണ്ണിൽ നിന്നും വിമാനം ഉയരാൻ സമയമായിരിക്കുന്നു. ഈ 17.5 മണിക്കൂർ നമ്മളിനി എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സിനിമ കാണണോ, ഗെയിം കളിക്കണോ, വായിക്കണോ, അതോ കിടന്ന് ഉറങ്ങണോ എന്ന ഇതെല്ലാം ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് ഇത്രയും മണിക്കൂർ കൊല്ലാൻ പറ്റത്തുള്ളൂ. വിമാനം റൺവേയിലൂടെ കുതിച്ചു പായുന്നു. ചക്രങ്ങൾ ഉയരുന്നു. താഴെയുള്ള മണ്ണ് പതുക്കെ അകലുന്നു. നമ്മളിപ്പോൾ പറക്കുന്നത് ഓക്ലൻഡിൻ്റെ പ്രാന്തപ്രദേശങ്ങളുടെ മുകളിലൂടെയാണ്. താഴേക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ചെറിയ ചെറിയ ബീച്ചുകളും ഫാം ലാൻഡുകളും മൊട്ടക്കുന്നുകളും ചെതറിക്കിടക്കുന്ന വീടുകളും ഇതൊക്കെയാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായൊരു കാഴ്ചയാണത്. അങ്ങനെ ഓക്ലൻഡ് പതിയെ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ മേഘങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് ഉയരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മനോഹരമായ സൺസെറ്റാണ്. സൂര്യൻ ഇങ്ങനെ മേഘങ്ങളുമായിട്ട് ലയിക്കുന്നു. ഓറഞ്ചും പിങ്കും കടും പർപ്പിളും എല്ലാം കൂടെ ചേർന്നൊരു പെയിൻറ്റിങ് പോലെ. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പൈലറ്റുമാരാണല്ലോ ഏറ്റവും ഭാഗ്യമുള്ളവർ. എല്ലാ ദിവസവും ആകാശത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവർക്ക് കാണാൻ പറ്റുന്നു. എല്ലാ സീറ്റിന് പിന്നിലും ഒരു സ്ക്രീനുണ്ട്. ലോകത്തേക്കുള്ള നമ്മുടെ ഡിജിറ്റൽ വിൻഡോ ആണത്. അതിൽ നമുക്ക് സിനിമകൾ കാണാം, പാട്ട് കേൾക്കാം, ഡോക്യുമെൻ്ററി കാണാം, ഗെയിം കളിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ കൂടുതൽ നോക്കിയിരിക്കാറുള്ളത് വിമാനത്തിൻ്റെ യാത്രാപഥമാണ്. ഈ മാപ്പിന് മുകളിലൊരു വിമാനത്തിൻ്റെ ചെറിയ ഐക്കൺ കണ്ടില്ലേ? അത് നമ്മൾ പോകുന്ന വഴിയാണ് കാണിക്കുന്നത്. ടാസ്മാൻ സീയുടെ മുകളിലൂടെ പറന്ന് ഓസ്ട്രേലിയയുടെ മുകളിലെത്തുന്നു. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയുടെ മുകളിലൂടെയാണ് പറക്കുന്നത്. അത് കഴിഞ്ഞ് വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് ദോഹയിലേക്ക് നീങ്ങുന്നു. ഒരു രസകരമായ കാര്യം, നമ്മളിപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ ഫ്ലൈറ്റ് വഴിയാണ് പോകുന്നെങ്കിൽ
ആദ്യം ഇന്ത്യക്ക് മുകളിലൂടെ പറന്ന് ആ ഗൾഫ് രാജ്യത്ത് പോയിട്ട് പിന്നെ വീണ്ടും കേരളത്തിലോട്ട് വരുന്നത്. ഇന്ത്യയുടെ മുകളിലൂടെ പോകുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഇത്തവണ പോയപ്പോഴും എനിക്കങ്ങനെ തോന്നി, നമുക്ക് നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് മിസ് ചെയ്യും. ഖത്തർ എയർവേസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ നല്ലതാണ്. 3 സിനിമകൾ ഞാനിപ്പോൾ കണ്ടു തീർത്തിരിക്കുന്നു. കുറച്ച് ഗെയിമുകളും കളിച്ചു, ഉറങ്ങാനും ശ്രമിച്ചു. പക്ഷെ ഉറക്കം അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഇങ്ങനെയുള്ള യാത്രകളിൽ ഉറക്കം അങ്ങനെ അടിപൊളി ആവാറില്ല. സീറ്റുകൾ വളരെ ചെറുതല്ലേ. ഇതുകൂടാതെ വിമാനത്തിൻ്റെ മുഴക്കവും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെ നീണ്ട 16 മണിക്കൂറിന് ശേഷം നമ്മൾ ഖത്തറിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരീരവേദനയുണ്ട്. ശ്രദ്ധ തിരിക്കാൻ എന്തേലും ചെയ്യണം. വിമാനത്തിൽ തത്സമയ ദൃശ്യങ്ങൾ കാണിക്കുന്ന ക്യാമറകളുണ്ട്. ഫ്രണ്ടിലേക്കും താഴേക്കും ഉള്ള കാഴ്ചകളുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു പക്ഷിയുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് പോലെ തോന്നും. ഒരു ഡിഫറെൻ്റ് ആംഗിൾ. ഖത്തറിന് മുകളിലൂടെ പറക്കുകയാണ്. രാത്രിയിലത്തെ കാഴ്ച അതിമനോഹരമാണ്. നഗരത്തിൻ്റെ വിളക്കുകൾ കൃത്യമായ കണക്കിലിങ്ങനെ നീണ്ടു കിടക്കുന്നു. നിലത്ത് നക്ഷത്ര സമൂഹങ്ങൾ പോലെ തിളങ്ങുന്നു. എല്ലാം സ്ട്രക്ചേർഡായിട്ടും നല്ല പ്ലാൻഡ് ആയിട്ടും കാണപ്പെടുന്നു. മുകളിൽ നിന്നുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ ഖത്തറിൻ്റെ പ്രിസിഷനും വിഷനും നമുക്ക് മനസ്സിലാകും. ലക്ഷ്യത്തോട് നിർമ്മിച്ച ഒരു രാജ്യം, അതാണ് ഖത്തർ. അങ്ങനെ നമ്മൾ ദോഹയിലേക്ക് എത്തിത്തുടങ്ങി. മരുഭൂമിയിൽ വജ്രം പോലെ തിളങ്ങുന്ന ഒരു നഗരം. നീണ്ട 17 മണിക്കൂറിന് ശേഷം നമ്മൾ ദോഹയുടെ മുകളിൽ എത്തിയിരിക്കുന്നു. ദോഹയിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. രാത്രി 10 മണിയായപ്പോൾ നമ്മുടെ വിമാനം ഖത്തറിൻ്റെ മണ്ണിലേക്ക് താന്നു തുടങ്ങിയിരിക്കുന്നു. അനൗൺസ്മെൻറ്റ് സ്പീക്കറിലൂടെ വന്നു തുടങ്ങി. ഒരു കുന്തവും മനസ്സിലായില്ല. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു ഷട്ടിൽ ബസ്സിലാണ് ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപാട് നേരം ഇരുന്നതിൻ്റെ ദേഹവേദന ഉണ്ട്. ഇപ്പോൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഷട്ടിൽ ബസ്സിൽ നിന്നും ഇറങ്ങി പിന്നെ ഒരു എസ്കലേറ്റർ വഴി നമ്മൾ മുകളിലേക്ക് കയറി തുടങ്ങി. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വളരെ വലുതാണ്. നമ്മുടെ കൂടെ വന്ന പലരും വേറെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി. നമ്മൾ ബാഗേജ് ക്ലെയിമിലേക്കാണ് പോകുന്നത്. അവർക്കൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ് കാണും. അവരിനി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ളവരായിരിക്കും. കൂടുതലും യൂറോപ്പായിരിക്കും. നമുക്ക് ഖത്തറിൽ ഇറങ്ങണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ബാഗേജ് ക്ലെയിമിലേക്ക് പോകുന്നത്. അതിനു മുന്നെയാണ് ഇമിഗ്രേഷൻ ഉള്ളത്. ഇമിഗ്രേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫ്രഷ് ആവുമെന്ന് കരുതി. ഒരുപാട് ബാത്റൂം ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ട്. അതിലൊന്നിൽ കയറി നമ്മളൊന്ന് ഫ്രഷായി, ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് ആക്റ്റീവായിരിക്കുന്നു. വളരെ ഇമ്പ്രസീവായൊരു എയർപോർട്ടാണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നല്ല തിരക്കുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു എയർപോർട്ടാണ്. മോഡേൺ എയർപോർട്ടുമാണ്. ഖത്തറിൻ്റെ കൾച്ചറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2014 തുറന്ന ഈ വിമാനത്താവളം ലോകത്തിലേക്കുള്ള ഗേറ്റ് വേ ആയി കാണപ്പെടുന്നു. പ്രതിവർഷം 3 കോടിയിലേറെ യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് ഈ എയർപോർട്ട്. സമീപഭാവിയിൽ 5 കോടിയിലേറെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ വികസിപ്പിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതെല്ലാം ഇനി തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം നമുക്കിനി ബാഗേജ് ക്ലെയിം ചെയ്യണം. അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോകണം. നമ്മുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി നന്നായിട്ടൊന്ന് ഉറങ്ങണം. 2 പേർക്കും നല്ല ക്ഷീണമുണ്ട്. ബാഗേജ് ക്ലെയിം ചെയ്യുന്നതിന് മുന്നേ ആണല്ലോ ഇമിഗ്രേഷൻ. അതും കഴിഞ്ഞ് നമ്മൾ ബാഗ് എടുക്കാൻ പോയി. ബാഗുകൾ കളക്ട് ചെയ്ത ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതിനു മുന്നേ ഒരു സിം കാർഡ് എടുക്കണം. അങ്ങനെ അതും റെഡിയാക്കി നമുക്കിനി ടാക്സി വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എയർപോർട്ടിൽ ഊബറിൻ്റെ ആപ്പ് വർക്ക് ചെയ്യത്തില്ല, പക്ഷേ ടാക്സി കിട്ടും. പുറത്തെത്തിയപ്പോഴേക്കും ഒരു നീണ്ട ക്യൂ കണ്ടു. പക്ഷേ അത് വേഗം നീങ്ങുന്നുണ്ട്. ടാക്സികൾ നിരന്ന് പുറത്ത് കിടക്കുന്നു. യാത്രക്കാരെ സഹായിക്കാൻ ജീവനക്കാരുമുണ്ട്. അവർ നമ്മളെ കറക്റ്റ് വണ്ടിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അവസരം എത്തി. ജീവനക്കാരിൽ ഒരാൾ ഞങ്ങളുടെ ട്രോളി ഉരുട്ടിക്കൊണ്ട് ഒരു ക്യാബിനടുത്തേക്ക് നീങ്ങി. നമ്മളും പുറകെ വെച്ച് പിടിച്ചു. ക്യാബിനടുത്ത് എത്തിയിരിക്കുന്നു. ജീവനക്കാരനും ഡ്രൈവറും കൂടെ ബാഗുകൾ എടുത്തു വെക്കാൻ സഹായിച്ചു. ടാക്സിയിൽ കയറിയപ്പോൾ അതാ ടാക്സി ഡ്രൈവറും മലയാളിയാണ്, ഒരു കോഴിക്കോട്ടുകാരൻ. വീണ്ടും ഒരു മലയാളിയെ കണ്ടപ്പോൾ നമ്മൾ കൂടുതൽ കേരളത്തിനടുത്തേക്ക് എത്തിയ പോലെ തോന്നി. നമ്മൾ സെലക്ട് ചെയ്ത ഹോട്ടൽ നല്ല ഹോട്ടലാണെന്നും നല്ല സ്ഥലമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോകുന്ന വഴിയിലുള്ള ലാൻഡ്മാർക്കുകൾ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു. വേൾഡ് കപ്പിന് സമയത്തുള്ള ഖത്തറിലെ വിശേഷങ്ങളും നമ്മളോട് പങ്കുവച്ചു. ഖത്തറിലെ അടിസ്ഥാന സൗകര്യം വളരെ മികച്ചതാണ്. അത് എടുത്തു കാണിക്കുന്നതാണ് അവിടുത്തെ റോഡുകളും വഴിയിലെ ലൈറ്റുകളുമെല്ലാം. വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാന ബിൽഡിങ്ങിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് ഡ്രൈവർ പറഞ്ഞു, അതാണ് ഖത്തർ അമീറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായ അമീറി ദിവാൻ. അമീറി ദിവാൻ ഇങ്ങനെ രാത്രി തിളങ്ങി നിൽക്കുകയാണ്. അല്പസമയത്തിന് ശേഷം നമ്മൾ ഹോട്ടലിന് മുന്നിലെത്തി. ബാഗുകൾ പുറത്തെടുത്ത ശേഷം ഡ്രൈവറിനോട് നന്ദിയും യാത്രയും പറഞ്ഞു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സൂക്ക് വാക്കിഫിലാണ്. മുന്നിൽ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ഹോട്ടൽ.
സൂഖ് വാക്കിഫ് ബൊട്ടീക്ക് ബൈ ടിവോളി. ഒരു പഴയകാല മനോഹാരിതയിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. സൂഖ് വാക്കിഫ് ഒരു പഴയ മാർക്കറ്റാണ്. അതിനോട് ഇണങ്ങി നിൽക്കുകയാണ് ഈ ഹോട്ടലുകളെല്ലാം. പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ വന്ന് ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ ബുക്കിംഗ് സ്ഥിരീകരിക്കാനായിട്ട് പുള്ളിയുടെ കയ്യിലുള്ള കുറിപ്പും പുറത്തെടുത്തിരിക്കുന്നു. ഈ ഹോട്ടൽ ശൃംഖലയ്ക്ക് ഇവിടെ 8 ബിൽഡിങ്ങുകളുണ്ട് ഈ സൂഖ് വാക്കിഫിൽ തന്നെ. അതിലേതിലാണെന്ന് കൺഫേം ചെയ്തിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ പറഞ്ഞു ആ പൂർവയുടെ പേരിലാണ് ബുക്കിംഗ് 2 പേർക്ക്. പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി. ഞങ്ങളുടെ പേര് അതിൽ കാണുന്നില്ല. കുറച്ച് നേരത്തേക്ക് നമ്മൾ നന്നായി ടെൻഷൻ അടിച്ചു. ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് കുഴഞ്ഞു വരുവാണ്. നമുക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു റൂമും ഉറക്കവുമാണ്. ഡിസ്കവർ ഖത്തർ വഴിയാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ജീവനക്കാരൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പ്രധാന റിസപ്ഷനിലേക്ക് പോകാം, അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെന്ന്. റിസപ്ഷനിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തത് തമീറാണ്. അദ്ദേഹം നമ്മളുടെ റിസർവേഷൻ പരിശോധിക്കുകയാണ്. നമ്മളുടെ പേര് അതിലുണ്ട്. പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞ ശേഷമാണ് നമ്മളുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്കവർ ഖത്തർ നമ്മൾ എത്തിച്ചേരുന്ന സമയത്തിനെക്കുറിച്ച് അവരെ അറിയിച്ചില്ല. അതാണ് അബദ്ധം പറ്റിയത്. നിർഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ ഒരു മുറിയും ലഭ്യമല്ല. അത് നമ്മളെ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആക്കി. നമുക്ക് രാവിലെ എണീറ്റ് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഉറങ്ങണം. ഹോട്ടലിലെ ജീവനക്കാരും മറ്റുള്ളവരും നല്ല സ്നേഹമുള്ളവരും പ്രൊഫഷണലുമായിരുന്നു. നമുക്ക് വേണ്ടി ഒരു റൂം റെഡിയാക്കാനായിട്ട് അവർ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. ലോബിയിൽ തമീറുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു മലയാളിയെ കണ്ടുമുട്ടുന്നത്. ഇബ്രാഹിം ഇവിടുത്തെ മറ്റൊരു ജീവനക്കാരനാണ്. ഇബ്രാഹിം ഞങ്ങളവിടെ കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തി. അടുത്തുള്ള കടകളെക്കുറിച്ചും റെസ്റ്റോറൻറ്റുകളെക്കുറിച്ചും അവരുടെ ഹോട്ടലിനെക്കുറിച്ചും പിന്നെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ പുള്ളി വിവരിച്ചു തന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയ മാപ്പും ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഇപ്പോൾ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. ലോബിയിൽ വെയിറ്റ് ചെയ്യണം, മറ്റൊരു മുറി സെറ്റ് ആവുമെന്നുള്ള പ്രതീക്ഷയോടെ. പക്ഷെ നമുക്കിവിടെ വെറുതെ ഇരിക്കാനും സമയം കളയാനും തോന്നിയില്ല. ഞങ്ങൾ നേരെ ഇബ്രാഹിമിനടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ പോകാൻ പറ്റിയ നല്ല കടകൾ വല്ലതും ഉണ്ടോ? ഒരു ചെറു പുഞ്ചിരിയോടെ പുള്ളി 1-2 കടകളുടെ പേര് പറഞ്ഞു തന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഒന്ന് ഫ്രഷായ കൊള്ളാമെന്നും ഞങ്ങൾ ഇബ്രാഹിമിനോട് പറഞ്ഞു. മുകളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും അതിൻ്റെ ബാത്റൂം നിങ്ങൾ ഉപയോഗിച്ചോളാൻ ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി അവിടുത്തെ ബാത്റൂമിൽ ചെന്ന് പല്ലൊക്കെ തേച്ചു ഒന്ന് ഫ്രഷായി. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടിയ പോലെ തോന്നി. അങ്ങനെ താഴേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ റിസപ്ഷൻ്റെ മുന്നിൽ എത്തിയപ്പോൾ തമീർ വിളിച്ചിട്ട് പറഞ്ഞു തൻ്റെ നമ്പർ എഴുതിയെടുത്തോളാൻ. അങ്ങനെ എൻ്റെ നമ്പരും എവിടെ എഴുതി വെച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ എന്ന്. ഈ ഹോട്ടൽ ശൃംഖലകളുടെ വൈഫൈ പാസ്വേഡും നമുക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു സൂഖ് വാക്കിഫിൽ അവരുടെ ബിൽഡിങ്ങിൻ്റെ പരിസരങ്ങളിൽ പോയി നിന്നാൽ നമുക്ക് വൈഫൈ കിട്ടും. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഇല്ല എന്നുള്ള പേടി വേണ്ട. ഉന്മേഷത്തോടെ നമ്മൾ പുറത്തേക്ക് നടന്നു. നേരെ ഫുഡ് കഴിക്കാൻ പോകാനാണ് പ്ലാൻ. ഇബ്രാഹിം നമ്മുടെ കൂടെ വന്നു, വഴികാട്ടിത്തരാനാണ്. നമ്മുടെ ബാഗുകൾ ഇങ്ങനെ റിസപ്ഷനിൽ ഇരിക്കുന്നത് ബുദ്ധിയാണോ എന്ന് ഞാൻ ഇബ്രാഹിമിനോട് ഒരു സംശയത്തോടെ ചോദിച്ചു. ഒരു ലഘു പുഞ്ചിരിയുടെ പുള്ളി പറഞ്ഞു, വിഷമിക്കേണ്ട, ഖത്തർ ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. നിങ്ങളുടെ ബാഗുകൾ ആരും തൊടില്ല, അത് അവിടെ തന്നെ ഇരിക്കും. ഇബ്രാഹിമിൻ്റെ വാക്കുകൾ നമുക്ക് കോൺഫിഡൻസ് നൽകി. നല്ല ശാന്തമായ അന്തരീക്ഷം, ചെറിയൊരു തണുപ്പുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നതും നടക്കുന്നതും മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ. എല്ലാ വഴികളും നന്നായി ലൈറ്റപ്പ് ചെയ്തിട്ടുമുണ്ട്. എന്നാലും ഈ സ്ഥലത്തെ ഇത്ര വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു. പക്ഷെ പുള്ളിയുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് പിന്നെ നമുക്കും കിട്ടി. അദ്ദേഹം ആദ്യം ഒരു കട കാണിച്ചു തന്നു, ടീ ടൈം. അതൊരു മലയാളിയുടെ കടയാണ്. പിന്നെ കാണിച്ചു തന്നത് ഒരു അറബിക് സ്റ്റൈലാണ്. എന്നിട്ട് ഞങ്ങളെ മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. അത് ഇബ്രാഹിം വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മറ്റൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഇരുന്നാൽ വൈഫൈ കിട്ടുമെന്നും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും റിലാക്സ് ചെയ്യാനും നമ്മളോട് പറഞ്ഞു. മടുക്കുമ്പോൾ തിരിച്ച് ലോബിയിലേക്ക് വരാനും പറഞ്ഞിട്ട് പുഞ്ചിരിയോടെ അദ്ദേഹം മടങ്ങി. അതിനുശേഷം നമുക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. ഇപ്പോൾ സമയം 1 മണിയായിരിക്കുന്നു. വെളുപ്പിന് 1 മണി. നമ്മൾ ടീ ടൈമിലേക്ക് ഒരു ചായ കുടിക്കാനും പിന്നെ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നു. നട്ടപ്പാതിരാണെങ്കിലും ഇവിടെ നല്ല തിരക്കുണ്ട്. ചായ കുടിക്കാൻ വേണ്ടിയാണ് ഈ തിരക്ക്. ഇവിടുത്തെ ഫേമസ് ടീ ആണ് കറക്റ്റി. ഞങ്ങൾ 2 പേരും കറക്റ്റി ഓർഡർ ചെയ്തു. ആദ്യമായിട്ടാണ് കറക്റ്റി നമ്മൾ കുടിക്കുന്നത്. നല്ല മധുരം കൂടുതലുള്ള ചായയാണ്. എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ കുടിക്കുന്നത്. 2 കറക്റ്റിയും അതിൻ്റെ കൂടെ പൊറോട്ട റാപ്പും മേടിച്ചു. നല്ല വിലക്കുറവാണ്, അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. തളർന്നിരുന്ന നമുക്ക് ജീവവായു പോലെയാണ് കറക്റ്റിയും ആ പൊറോട്ട റാപ്പും വന്നത്. വെളുപ്പിന് 1:30 ഖത്തറിലെ സൂഖ് വാക്കിഫിൻ്റെ ഒരു തെരുവിൽ ഞാനും അപ്പവും ഒരു കറാക്റ്റിയും പൊറോട്ട റാപ്പും കഴിച്ച് ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത്. ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിരുന്നു ഇത്. കുറേ നേരം ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നപ്പം ചെറുതായിട്ട് ഒരു ടെൻഷൻ കയറി വന്നു. നമുക്കിനി റൂം കിട്ടിയില്ലെങ്കിലോ? ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്കാണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉറക്കം വേണം. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. പതിയെ അവിടെ നിന്നിട്ട് സൂഖ് വാക്കിഫിൻ്റെ തെരുവുകളിലൂടെ നമ്മൾ നടക്കാൻ തുടങ്ങി. സമയം വെളുപ്പിന് 2 മണിയാവുന്നു. ഉറക്കത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മൊത്തം.
പക്ഷേ എവിടെ ഉറങ്ങും? ചെക്ക് ഇനി ഉച്ചയ്ക്കേ ഉള്ളൂ. അതുവരെ നമുക്ക് ഈ ലോബിയിലും പുറത്തും ഇരിക്കാൻ പറ്റില്ല. ഒരു പ്ലാൻ വേണം. എല്ലാം റിസപ്ഷനിൽ വെച്ചിട്ട് കറങ്ങാൻ പോയാലോ, അതോ ലോബിയിൽ കിടന്ന് ഉറങ്ങണോ? കുറച്ചു നേരമെങ്കിലും അവിടെ ഇരുന്ന് ഉറങ്ങല്ലോ. എല്ലാ ഓപ്ഷനുകളും ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു വിചിത്രമായ കാഴ്ച കണ്ടത്. സൂക്ക് വാക്കിഫിന്റെ സ്ട്രീറ്റ് കഴുകുന്നു, അതും വെള്ളം ഒഴിച്ച് കഴുകുന്നു. ഒരുപാട് ആൾക്കാർ നിന്നാണ് കഴുകുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണ് ഇട്ടിട്ടുണ്ട്. ആ മണ്ണിട്ട് ഉരയ്ക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിവിടെ ക്ലീൻ ചെയ്യുന്നത്? നമുക്ക് ഒന്നും മനസ്സിലായില്ല. ഒരുപാട് ക്ഷീണമുള്ളതിനാൽ ഒരുപാട് ചിന്തിക്കാനും പോയില്ല. നാളെ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. അത് തമീറാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ആകാംക്ഷയും പ്രതീക്ഷയും വർദ്ധിച്ചു. ഒട്ടും വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ തന്നെ റിസപ്ഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നമുക്ക് റൂം കിട്ടിക്കാണുമോ, അതോ ഇനി മറ്റൊരു സർപ്രൈസ് ആണോ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത്? അങ്ങനെ പലതും സംസാരിച്ചുകൊണ്ട് തിടുക്കത്തോടെ ഞങ്ങൾ ഹോട്ടലിന് മുന്നിലേക്ക് നടന്നു.